നമസ്കാരം. കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതിനെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെ ഡിസ്കഷൻസിനെ കുറിച്ച് വലിയ വിവാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ നീക്കത്തെ പേടിയോടെ കാണുന്ന പല കമന്റുകളും നമ്മൾ കാണുകയുണ്ടായി. ലോകത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നഭൂമിയായ ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, MIT തുടങ്ങിയ ലോകോത്തര യൂണിവേഴ്സിറ്റികളെല്ലാം പ്രൈവറ്റ് സെക്ടറിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യുന്നതിനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ എത്ര തരം യൂണിവേഴ്സിറ്റികളാണ് നിലവിലുള്ളത്? ഇതിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഡിഗ്രികൾ വാലിഡ് ആണോ? എന്തെല്ലാമാണ് ചലഞ്ചസ്? ഏതാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് വഴി ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാത്തിനും ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഓക്കെ, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങാം. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ 5 തരം യൂണിവേഴ്സിറ്റികളാണ് സാധാരണയായി ഉള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് INIs. ഇതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ എമിനൻസ് INEs ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ധാരാളമായിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റികളും നമ്മുടെ രാജ്യത്തേക്ക് ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി തുടങ്ങി 57ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായിട്ടുള്ളത്. 1956 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ആക്ട് അനുസരിച്ചിട്ടാണ് ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിലവിൽ വന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കൺട്രോളിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. നമ്മുടെ രാജ്യത്ത് 496ഓളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ സംസ്ഥാനത്തുള്ള കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഇതൊക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഗണത്തിൽപ്പെടും. മൂന്നാമത്തെ വിഭാഗം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്. UGCയുടെ സെക്ഷൻ 3 ആക്ട് 1956 നിലവിൽ വന്ന ആക്ട് പ്രകാരമാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് തുടങ്ങി 138ഓളം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് INIs. ഇത് യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ കണക്കാക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തമായി ഭരണ സ്വാതന്ത്ര്യമുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. IITs, NITs, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തുടങ്ങി 165ഓളം INIs ആണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. 1956 തന്നെയുള്ള പാർലമെന്റ് ആക്ട് വഴിയാണ് INIs നിലവിൽ വന്നിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഈ യൂണിവേഴ്സിറ്റികളുടെ ഗണത്തിൽ ഏറ്റവും അവസാനമായിട്ട് 1995 നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ആക്ട് പാസ്സാക്കിയത്. ഇന്നത്തെ നിലയിൽ നമ്മുടെ രാജ്യത്ത് എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. അശോക യൂണിവേഴ്സിറ്റി, ശിവനാടാർ യൂണിവേഴ്സിറ്റി, അമിറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങി 502ലധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇതോടൊപ്പം തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ എമിനൻസ് ആൻഡ് ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നിലയിൽ നമ്മുടെ രാജ്യത്ത് 1193 യൂണിവേഴ്സിറ്റികളും 165ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസുമാണ്. ഇതിൽ സാധാരണയായി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് ഏറ്റവും ടഫായിട്ട് കണ്ടുവരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിലുമാണ്. ഇതോടൊപ്പം തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ അഡ്മിഷന് തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം അതത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ ക്വാളിറ്റിയെക്കുറിച്ച് ശരിയായ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യം ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകിച്ചും ഉന്നത നിലവാരം പുലർത്തുന്ന ധാരാളം യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഉള്ളപ്പോൾ തന്നെ നിലവാരം തീരെയില്ലാത്ത യൂണിവേഴ്സിറ്റികളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് എന്നത് വളരെ ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രോസസ് നടത്തണം. അത് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഇനി പറയാം. ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് സ്റ്റെപ്പ് 1, ഈ യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ അഥവാ UGCയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് 2, ഇത്തരം യൂണിവേഴ്സിറ്റികൾക്ക് UGC അപ്രൂവൽ ഉണ്ട് എങ്കിൽ പോലും ഓഫർ ചെയ്യുന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അതത് പ്രൊഫഷണൽ ബോഡികളുടെ അംഗീകാരം ഉണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ആർക്കിടെക്ചർ കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളാണെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, നഴ്സിംഗ് കോഴ്സുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ, MBBS തുടങ്ങിയ കോഴ്സുകൾക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇപ്പോൾ അത് നാഷണൽ മെഡിക്കൽ കൗൺസിലായി മാറിയിട്ടുണ്ട്. ലോ റിലേറ്റഡ് കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, BEd തുടങ്ങിയ കോഴ്സുകൾക്ക് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ തുടങ്ങിയവയുടെ അംഗീകാരം ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം കോഴ്സുകളിൽ ജോയിൻ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 വെരിഫിക്കേഷൻസ് നടത്തി കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3
അതത് യൂണിവേഴ്സിറ്റികളുള്ള ഫാക്കൽറ്റി സ്ട്രെങ്ത്, ഇൻഫ്രാസ്ട്രക്ചർ, പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് തുടങ്ങിയവ പ്രത്യേകമായി പരിഗണിക്കുക. ഇത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4, അതത് ക്യാമ്പസുകളുടെ ഒരു റെപ്യൂട്ടേഷൻ, ജനറൽ പബ്ലിക്കിലുള്ള റെപ്യൂട്ടേഷൻ, അക്കാഡമിക് ആംബിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സ്റ്റെപ്പ് 5, അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതത് യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഫീഡ്ബാക്ക്, വിദ്യാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ ക്യാമ്പസിന്റെ ഒരു ഇന്റഗ്രിറ്റി, ജനറൽ ആംബിയൻസ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികളായിരിക്കും. ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നത് നല്ലതോ ചീത്തയോ എന്ന് നോക്കാം. നമ്മൾ ആദ്യം കണ്ടതുപോലെ ലോകോത്തര നിലവാരമുള്ള പല യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ളത് കൊണ്ടും നമ്മുടെ രാജ്യത്ത് തന്നെ ധാരാളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വളരെ നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും നമ്മുടെ സംസ്ഥാനം മാത്രമായി ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ നിലയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനത്തെ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതല്ലാതെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് നിലവാരമില്ല, ക്വാളിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തന്നെ വേണ്ട എന്ന ചിന്ത എന്ന് പറയുന്നത് മനുഷ്യരിൽ ചില ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭൂമുഖത്ത് മനുഷ്യ സമൂഹം തന്നെ വേണ്ട എന്ന് പറയുന്നത് പോലെ തികച്ചും അപ്രസക്തമാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും മറ്റ് യൂണിവേഴ്സിറ്റികളും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരുമ്പോൾ അവയുടെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു ഓഡിറ്റിങ്ങിന് അവ വിധേയമായിരിക്കണം എന്ന് മാത്രം. നമ്മുടെ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉന്നത നിലവാരത്തിൽ പഠിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, കൂടാതെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ എമിനൻസ്, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അക്കാഡമിക് സമൂഹമായിട്ട് നമ്മുടെ സംസ്ഥാനം വളരാൻ കഴിയട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.